ധനഹാകാലത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുമ്പോൾ ശക്തമായ ദൈവിക ഇടപെടലുകളുടെയും ദൈവിക വെളിപ്പെടുത്തലുകളുടെയും അനുഭവങ്ങളും സന്ദർഭങ്ങളുമാണ് വചനഭാഗങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരിക. സംഖ്യയുടെ പുസ്തകത്തിൽ നിന്നുള്ള ഒന്നാമത്തെ വായനയിൽ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും താൻ രക്ഷിച്ചുകൊണ്ടുവന്ന തൻ്റെ പ്രിയജനമായ ഇസ്രയേലിൻ്റെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ട് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരുന്ന ദൈവത്തെ നാം കണ്ടുമുട്ടുന്നുണ്ട്. മനുഷ്യനോടൊപ്പം വസിക്കുന്ന അവരുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെയാണ് ഈ വചനഭാഗം നമുക്ക് പരിചയപ്പെടുത്തി തരിക. ഈ വചനഭാഗത്തിൽ മോശ കാനാൻ ദേശത്തേക്ക് ഇസ്രയേൽ ജനവുമായി യാത്ര തിരിക്കുമ്പോൾ തൻ്റെ അമ്മായി അപ്പനായ റവുവേലിൻ്റെ മകൻ ഹോബാബിനോട് പറയുന്നുണ്ട്, നീ ഞങ്ങളുടെ കൂടെ വരിക, നിനക്ക് നന്മയുണ്ടാകും. നീ ഞങ്ങളുടെ കൂടെ വരികയാണെങ്കിൽ കർത്താവ് ഞങ്ങൾക്ക് നൽകുന്ന സമൃദ്ധിയിൽ നിനക്ക് പങ്കു ലഭിക്കും. ദൈവം തങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ അനുഗ്രഹങ്ങൾ നൽകുവാൻ പോകുമ്പോൾ തങ്ങളുടെ കഷ്ടപ്പാടിൻ്റെയും കണ്ണുനീരിൻ്റെയും നാളുകളിൽ തങ്ങളുടെ ഒപ്പമുണ്ടായിരുന്ന ഒരു വ്യക്തിയെ ആ അനുഗ്രഹത്തിലേക്ക് ക്ഷണിക്കുന്ന മോശയെയാണ് നാം കാണുക. പലപ്പോഴും ദൈവം നമ്മെ പല വിധത്തിൽ സമ്പത്തും സ്ഥാനമാനങ്ങളും ആയുസ്സും ആരോഗ്യവും ഒക്കെ നൽകി അനുഗ്രഹിക്കുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് ഓടി മാറുന്ന, അവരെ അകറ്റി നിർത്തുന്ന, അവരിൽ നിന്നും അകലം പാലിക്കുന്നവരെയാണ് അധികവും നാം ഇന്ന് കണ്ടുമുട്ടുക. എന്നാൽ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തനായി തങ്ങൾ അനുഭവിക്കുന്ന സമൃദ്ധിയിൽ അപരനും പങ്കുചേരണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന മോശയുടെ മനോഭാവം നമുക്കും സ്വന്തമാക്കുവാൻ പരിശ്രമിക്കാം. യെശയ്യാ പ്രവചനത്തിൽ നിന്നുള്ള രണ്ടാമത്തെ വായനയിലൂടെ താൻ തിരഞ്ഞെടുത്ത തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യുവാൻ പോകുന്ന വൻ കാര്യങ്ങൾ ദൈവമായ കർത്താവ് വിവരിക്കുകയാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്കും അവിടുന്നിൽ ആശ്രയിക്കുന്നവർക്കും കൽപ്പനകൾ പാലിക്കുന്നവർക്കുമെല്ലാം ഒരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല എന്ന ഉറപ്പ് ഈ വചനഭാഗം നമുക്ക് നൽകുന്നുണ്ട്. എബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനത്തിലൂടെ മോശയെക്കാളും വലിയവനാണ് ഈശോ മിശിഹ എന്ന് ഗ്രന്ഥകർത്താവ് പറഞ്ഞു വെക്കുന്നതോടൊപ്പം മോശ ദൈവത്തിന്റെ ഭവനത്തിൽ വിശ്വസ്തനായിരുന്നതുപോലെ അവനും തന്നെ നിയോഗിച്ചവനോട് വിശ്വസ്തനായിരുന്നു എന്ന് ഈശോയെ പറ്റിയും വചനം പ്രതിപാദിക്കുന്നു. ദൈവം തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങളോട് മോശ വിശ്വസ്തത കാണിച്ചതിനാൽ ദൈവം അവനെ ഉയർത്തുന്നതായി തിരുവചനത്തിൽ നാം കാണുന്നുമുണ്ട്. നമ്മുടെ വിചിന്തനത്തിനായി നൽകപ്പെട്ടിരിക്കുന്ന സുവിശേഷ ഭാഗത്തിൽ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ മിശിഹായുടെ മനുഷ്യാവതാരത്തെ പറ്റി യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ വചനഭാഗം നമുക്ക് നൽകുന്ന ചില ചിന്തകളെ നമുക്ക് ധ്യാനിക്കാം. ഒന്നാമതായി, മനുഷ്യനോടൊപ്പം ചരിത്രത്തിൽ ഇടം നേടുവാൻ മനുഷ്യനായി അവതരിക്കുന്ന ദൈവത്തെയാണ് വചനം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ശരീരം എന്നത് തിന്മയായും ആത്മാവ് ബന്ധിക്കപ്പെട്ട തടവറയായുമൊക്കെ കണക്കാക്കപ്പെട്ടിരുന്ന അക്കാലത്തെ യവന ചിന്താഗതികളെയെല്ലാം തകിടം മറിച്ചുകൊണ്ടാണ് അവിടുന്ന് ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി കടന്നു വരുന്നത്. തൻ്റെ മനുഷ്യാവതാരം വഴിയായി തിന്മയായും തടവറയായും ഒക്കെ കണക്കാക്കപ്പെട്ടിരുന്ന മനുഷ്യ ശരീരത്തെയും മനുഷ്യ പ്രകൃതിയെയുമെല്ലാം മഹത്വപ്പെടുത്തുകയാണ് അവിടുന്ന്. നമ്മുടെ ശരീരം വിശുദ്ധമാണെന്നും പരിശുദ്ധമായി അതിനെ കാണണമെന്നും ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമതായി, തൻ്റെ ജീവിതത്തിൻ്റെ ദൗത്യം മറക്കാത്ത യോഹന്നാനെയാണ് വചനം പരിചയപ്പെടുത്തി തരുന്നത്. ആ കാലയളവിൽ ഈശോയെക്കാളും പ്രശസ്തി ഉണ്ടായിരുന്ന യോഹന്നാൻ തീർച്ചയായും തന്നിലേക്ക് അനേകരെ ആകർഷിക്കുവാനും ആനയിക്കുവാനും സാധിക്കുന്ന വ്യക്തിയായിരുന്നു. എന്നാൽ ഈശോയെ തന്നേക്കാൾ വലിയവനായി ചിത്രീകരിക്കുന്ന യോഹന്നാനെയാണ് നാം കണ്ടുമുട്ടുന്നത്. തൻ്റെ ലക്ഷ്യവും ഉത്തരവാദിത്വവും ഈശോയെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുക എന്നതായിരുന്നതിനാൽ അവിടെ തൻ്റെ പേരിനും പ്രശസ്തിക്കും സ്ഥാനം നൽകാതെ തൻ്റെ ഉത്തരവാദിത്വം കൃത്യമായി നിറവേറ്റുവാൻ അദ്ദേഹം പരിശ്രമിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്കെല്ലാവർക്കും പ്രത്യേകമാംവിധം ഉത്തരവാദിത്വങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ നാം മറന്നുപോവുകയും അതിൽ വീഴ്ച വരുത്തുകയും ചെയ്യാറുണ്ട്. എന്തുതന്നെയാണ് നമ്മുടെ ജീവിത സാഹചര്യമെങ്കിലും ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വങ്ങളും കടമകളും മറന്നു പോകരുതെന്നും
വിശ്വസ്തയോടെ അവ നിറവേറ്റുവാൻ പരിശ്രമിക്കണമെന്നും വചനത്തിലൂടെ യോഹന്നാൻ ശ്ലീഹ നമ്മെ കൃത്യമായി ഓർമ്മിപ്പിക്കുകയാണ്. കുടുംബനാഥൻ, കുടുംബനാഥ, മക്കൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നീ നിലയിലുള്ള ഉത്തരവാദിത്വങ്ങൾ വിസ്മരിക്കാതെ ജീവിക്കുമ്പോൾ നാമും ദൈവസന്നിധിയിൽ വിലയുള്ളവരായി മാറും. മൂന്നാമതായി, തന്നേക്കാൾ ഉയർന്നവരായി മറ്റുള്ളവരെ കാണുവാനുള്ള വിശാല മനസ്കത യോഹന്നാനിലുണ്ടായിരുന്നു. താനാണ് വരാനിരിക്കുന്നവനെന്ന് പറഞ്ഞ് അനേകരെ തൻ്റെ ഒപ്പം നിർത്തുവാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. എന്നാൽ എളിമയോടെ താനല്ല വരാനിരിക്കുന്നവനെന്ന് അദ്ദേഹം പ്രഘോഷിക്കുകയാണ്. സ്നേഹമുള്ളവരെ, നാം ഇന്ന് സ്വന്തമാക്കേണ്ടതും ഈ മനോഭാവം തന്നെയാണ്. മറ്റുള്ളവരെ നമ്മേക്കാളും വലിയവരായി ചിത്രീകരിക്കുവാനും അംഗീകരിക്കുവാനും നാം പരിശീലിക്കുമ്പോൾ നമ്മിൽ സമാധാനം നിറയും. നമ്മുടെ സമൂഹങ്ങളിലെയും സഭയിലെയും കുടുംബങ്ങളിലെയും പല പ്രതിസന്ധികളുടെയും കാരണം നാം വലിയവരാണ്, എല്ലാവരെയുംക്കാൾ മിടുക്കരാണ്, തെറ്റുപറ്റാത്തവരാണ് എന്ന ചിന്താഗതിയാണെന്ന് നമുക്ക് മറക്കാതിരിക്കാം. അതിനാൽ അവയെല്ലാം ഒഴിവാക്കി എളിമയോടെ നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.